കുമളി പഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ പോഷൺമ പദ്ധതി നടപ്പിലാക്കി. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ അംഗനവാടി ഹെൽപ്പർമാർ തയ്യാറാക്കിയ വ്യത്യസ്തമായ പോഷകാഹാരങ്ങൾ യോഗത്തിൽ പ്രദർശിപ്പിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ എന്നിവരുടെ പോഷണ സമൃദ്ധി ലക്ഷ്യമിട്ടാണ് പോഷൺ അഭിയാൻ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കുമളി പഞ്ചായത്തിൽ അടുത്ത അഡീഷണൽ ICDSന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പാക്കിയത്. പഞ്ചായത്തിലെ 46 അംഗൻവാടിയിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. കുമളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നോളി ജോസഫ് അധ്യക്ഷ വെച്ച കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിൽ അംഗൻവാടികളിൽ ലഭിക്കുന്നപ്പം അധ്യക്ഷ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരു കുട്ടി ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് കിട്ടേണ്ട പോഷകാഹാരങ്ങളെല്ലാം വിതരണം ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നമുക്കറിയാം, ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്കുള്ള പോഷകാഹാരം നമ്മുടെ അംഗൻവാടികളിൽ നിന്ന് ലഭ്യമാണ്. ആ കുട്ടി ജനിച്ച് ഒരു 3 വയസ്സ് പ്രായം ആകുന്നത് വരെ നമ്മുടെ അമൃതം ഫുഡ് അടക്കമുള്ള ആഹാരങ്ങൾ നമ്മൾ വീണ്ടും ആ കുട്ടിക്ക് അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പലരും അത് നിരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിലും ഗവൺമെൻറ് നല്ല രീതിയിൽ അതിന് വിനിയോഗിക്കപ്പെടുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും അംഗൻവാടി വഴി ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുട്ടികളെ അംഗൻവാടിയിലേക്ക് വിടുമ്പോഴാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം, മുട്ട, പാല്, തേൻ പദ്ധതിയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി ഒരു വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഉപരി പോഷകാഹാരം അംഗൻവാടി കിട്ടുന്ന ചെറുപയർ ഇട്ടുള്ള കഞ്ഞി, അതൊക്കെ നമ്മൾ വീട്ടിലൊന്നും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ആരും തന്നെ അത് കഴിക്കാറില്ല. പക്ഷേ നമ്മൾ അംഗൻവാടി വന്നു കഴിഞ്ഞാൽ മറ്റു കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾ ആരോഗ്യവകുപ്പ് JPHN ബോധവൽക്കരണ ക്ലാസുകൾ നൽകിയത്. യോഗത്തിൽ കുമളി ഗ്രാമപഞ്ചായത്ത് അംഗം ബാബുക്കുട്ടി, CDS ചെയർപേഴ്സൺ ഇന്ദിര സുബ്രഹ്മണ്യം, ICDS സൂപ്പർവൈസർമാരായ ബിന്ദു KV, റീന KP എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.